നമ്മൾ കറക്റ്റ് പറഞ്ഞപ്പോൾ സന്തോഷമില്ലാത്ത, തെറ്റ് പറഞ്ഞ ഭയങ്കര സന്തോഷമായിരുന്നല്ലോ മുന്നേ. തെറ്റിപ്പോയില്ലേ? തെറ്റിയോ? അല്ല, എന്തിനാ ഇവിടെ വന്നത്? അതെങ്ങനെയാ? ദിലീപ് അവിടെ വന്നതിന് ശേഷമല്ലേ ഈ പാട്ട് പാടുന്നത്? പിന്നെ അല്ലാതെ അയാൾക്ക് വെളിയിലിരുന്ന് പാടാൻ പറ്റൂല്ലോ, അവിടെ വന്നിട്ടല്ലേ പാടാൻ പറ്റും. അത് തുടക്കത്തിലല്ലോ. ഇതൊന്നും പടം കാണാറില്ല. ഞാൻ കണ്ടു. ഈ സിനിമ ഞാൻ ഒരു ബുദ്ധിയില്ലാത്ത 50 പ്രാവശ്യം ഈ സിനിമ കണ്ടിട്ടുണ്ട്. എന്നിട്ടാണോ ഇങ്ങനെ ടിവിയിൽ ഞാൻ ഈ സിനിമ ഞാൻ വെറുതെ അടിച്ചു പോയാലും ഞാൻ ആ സിനിമയിൽ നിന്ന് കാണും. വെറുതെ അടിച്ചു പോയാലേ, അതായത് ചാനൽ മാറ്റിക്കൊണ്ട് പോയാലേ അപ്പൊ ഞാൻ ഈ സിനിമയിൽ നിന്ന് കാണും. അനുമോളെ, ഇന്നലെ ഒരുപാട് പേര് എന്നെ വിളിച്ചേട്ടെ രാത്രി ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക്, എവിടെ നിന്ന് കിട്ടി ഇതിനെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരിക്കലും അല്ല, നല്ല കുട്ടിയാണ്. കാരണം അനുമോള് അതുപോലെ തന്നെ ഏത് നക്ഷത്രം എന്ന് പറഞ്ഞാൽ ചതയം അല്ലല്ലോ, അവിട്ടമാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ കല്യാണ ആലോചനകളായിട്ട് മുമ്പോട്ട് വരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഡിമാൻഡ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, വേണമെങ്കിൽ ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞു. ആരാ ചോദിച്ചേ? 5-6 പേര് വിളിച്ചിരുന്നു, എൻ്റെ കൂട്ടുകാർ വിളിച്ചിരുന്നു. കൂട്ടുകാരെ മക്കൾക്ക് വേണ്ടിയിട്ടാണോ? മക്കൾക്ക് വേണ്ടിയിട്ട് അല്ല, അവർക്ക് വേണ്ടിയിട്ടല്ല. അവർക്ക് എന്തിന്? അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട്. മക്കളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ചോദിച്ചതുപോലെ. സാറിന്റെ കൂട്ടുകാരന്റെ മക്കളെ സാറിന് അത്രയും പ്രായമുണ്ടോ? ഉണ്ട്. ഡൈ ആണല്ലേ? അതെ. ഇത് പിന്നെ അങ്ങ് ശരിക്കുള്ള മുടിയാ. ഇത് ശരിക്കുള്ളതാണ്. ഏത് ശരിക്കുള്ള മുടിയാ? അത് മുടിയാണ്. കളർ അത് ഞാൻ കളർ ചെയ്തിട്ടുണ്ട്. ബോംബെ ഡൈ മുടി വിഗാണോ? അതെ, എല്ലാരും ചോദിക്കും മുടി വിഗാണോ. പക്ഷെ ഞാൻ 100 പ്രാവശ്യം പറയും വിഗാണ്. ഞാൻ പണ്ട് കണ്ട സാറിനാണ് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ രഹസ്യം വേറൊന്നാണ്. എന്താ? അത് ഞാൻ പറയത്തില്ല. അച്ഛന് പറഞ്ഞു കൊടുക്കാനാ. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ വീട്ടില്. എന്താ ജോലി? അച്ഛന് അങ്ങനെ ജോലിയൊന്നുമില്ല. ഒന്നുമില്ല. പിന്നെ അച്ഛന് ഈ ചെറിയൊരു ബിസിനസ് ഒക്കെ. എന്ത് ബിസിനസ്? അച്ഛൻ ഈ കരിപ്പെട്ടി ഉണ്ടല്ലോ, ശർക്കര കരിപ്പെട്ടി, അതിന്റെ ബിസിനസ്. കരിപ്പെട്ടി. അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല. അനിയന് പഠിക്കുന്നു. അവൻ പഠിക്കുന്നു. പിന്നെ ഇനി ആരെങ്കിലും ഉണ്ടോ? ചേച്ചിയുണ്ട്. ഇവൻ എന്റെ കസിനാണ്. ഞാനും എന്റെ ചേച്ചിയും മാത്രമേ ഉള്ളൂ. ഓ, ചേച്ചി എന്ത് ചെയ്യുന്നു? ചേച്ചിക്ക് ജോലിയുണ്ട്. അവളിപ്പോ ചാക്ക IT-ല് ക്ലർക്കായിട്ട് കയറി. കണ്ടോ, ബുദ്ധിയുള്ളവർ അങ്ങനെ പോകും. മധുരണ്ണൻ. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുക, അറിയോ മധുരണ്ണൻ? മധുരണ്ണനെ എനിക്കെങ്ങനെ അറിയാം? അത് ഞങ്ങളെ നാട്ടിലൂടെ കിട്ടുന്ന ഒരു പഴമാണ്. ഞാൻ വിചാരിച്ചു വേറെ ഏതോ സീരിയലുള്ള ആളാണെന്ന്. അല്ല, മധുരണ്ണൻ എന്ന് പറഞ്ഞൊരു പഴം. ഇപ്പൊ ഈ കപ്പപ്പഴം, ഏത്തപ്പഴം, റോബസ്റ്റ്, പിന്നെ മറ്റേ പാളയംകുട, അങ്ങനെയുള്ള പഴങ്ങളുണ്ടല്ലോ, അതുപോലത്തെ ഒരു പഴമാണ് മധുരണ്ണൻ. അണ്ണാമ്പഴം എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. ഇത് മധുരണ്ണൻ. എന്താണ് അതിന്റെ പ്രത്യേകത? അല്ല, സാധാരണ ഇപ്പൊ നമ്മളെ കല്യാണത്തിനൊക്കെ പോകുമ്പോ പായസത്തിനോട് തരുന്നില്ലേ പഴം? രസകദളിയോ? ഞങ്ങള് പറയണ മധുരണ്ണൻ. എന്താ അതിന് പ്രശ്നം? എന്താ പ്രശ്നമില്ല. അതെന്താന്ന് പറഞ്ഞാലേ, ഞാൻ ഒരു പ്രോഗ്രാമിൽ ഞാൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാമില് ഇതുപോലെ ഒരു ഫുഡ് ഉണ്ടാക്കുന്നതിനെ പറ്റി സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതുപോലെ മധുരണ്ണനും കൂടെ ആഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു. അപ്പൊ എല്ലാവരും ഭയങ്കര ചിരി, അത്ഭുതത്തോടെ. മധുരണ്ണൻ അതെന്തുവാ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ. പക്ഷെ ഈ ചിരിച്ചവർ കുറച്ചു പേർക്കൊക്കെ അറിയായിരുന്നു. അതിനുശേഷം എല്ലാവരും എന്നെ മധുരണ്ണനെ വിളിക്കുന്നു എവിടെ പോയാലും. അതാണ് കാര്യല്ലേ, മധുരണ്ണൻ. മധുരണ്ണീന്ന് വിളിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. മധുരണ്ണൻ കൊള്ളാം കേട്ടോ, നല്ല പേര്. അപ്പൊ ഇനി തൊട്ട് ഞാൻ അനുമോളെന്ന് മാറ്റി മധുരണ്ണ. വേണ്ട, അയ്യോ വേണ്ട, അത് എല്ലാവരും മറന്നു വരുമായിരുന്നു.